1 മിനിറ്റ്, നമുക്ക് അതൊന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാവേ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 3xy dx മൈനസ് y² dy അല്ലേ? dy നമ്മൾ കൊടുത്തില്ല. dy എന്ന് പറയുന്നത് 4x dx അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ 3 × x, yക്ക് 2x² കൊടുത്തു, dx അതേപടി എഴുതി, മൈനസ് y² എന്ന് പറയുമ്പോൾ എത്രയാണ്? 2x the whole square. എന്നിട്ട് dy എന്ന് പറയുന്നത് 4x dx ആണ്. അത് നമ്മൾ കൂട്ടിയില്ല. ഇൻ്റഗ്രൽ അപ്പോൾ ഇവിടെ വരുമ്പോൾ 6 × x³ dx മൈനസ് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2x² അല്ലേ ഇൻറ്റു 4x വരും dx. അപ്പോൾ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 6x³ dx മൈനസ് 16x⁵ dx വരും. ഇവിടെ 16x⁵ ആയിരുന്നേ. ആദ്യത്തെ ടേം കറക്റ്റ് തന്നെയായിരുന്നു. രണ്ടാമത്തെ ടേം ഞാൻ ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നുപോയി, സോറി. അപ്പം നമുക്കിനി ബാക്കി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ സിംപ്ലിഫൈഡ് ഫോം വരുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് വരുന്നത് 6x³ dx മൈനസ് 16x⁵ dx ആണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 6 × x³ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? x⁴ ഡിവൈഡഡ് ബൈ 4 മൈനസ് 16 × x⁵ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x⁶ 5 + 1 6 ഡിവൈഡ് ബൈ 6. ലിമിറ്റ് വരുന്നത് 0 to 1. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം 1 കൊടുക്കാം. അപ്പോൾ 6 × 1⁴ ഡിവൈഡ് ബൈ 4 മൈനസ് 16 × x-നാണ് 1 കൊടുക്കുന്നത്, 1⁶ ഡിവൈഡ് ബൈ 6. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അപ്പോൾ ആ മൈനസ് കൊടുത്തു. ഇനി ലോവർ ലിമിറ്റിന് 0 കൊടുക്കാം. അപ്പം എക്സ് ന്യൂമറേറ്ററി മാത്രമേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യാം? സൈനും കോസും അങ്ങനത്തെ ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം മൊത്തം 0 ആയിപ്പോവും. ഇവിടെയും 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം മൊത്തം 0 ആയിപ്പോവും. അപ്പം ഞാൻ മൊത്തത്തിൽ അങ്ങ് 0 അങ്ങ് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത് ഇവിടെ 6 × 1 അല്ലേ വരുന്നത്? 1⁴ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തന്നെ. അപ്പോൾ 6 × 1 എന്ന് പറയുന്നത് 6 തന്നെ. 6/4 മൈനസ് 16/6 അല്ലേ? 6/4 മൈനസ് 16 അത് തന്നെ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ വരുന്നത് -7/6. അപ്പോൾ ഇതാണ് നമുക്ക് അടുത്തതിൻ്റെ ആൻസർ വരുന്നത്. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ -7/6 ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇതാണ്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഓഫ് ഇൻ്റഗ്രൽ സി x y z dx മൈനസ് കോസ് y z dy പ്ലസ് x z dz. ഇതാണ് നമ്മളുടെ അടുത്ത പ്രോബ്ലം. എന്നിട്ട് ഇവിടെ ലിമിറ്റ് തന്നിട്ടുണ്ട്. ലിമിറ്റ് എന്ന് പറയുന്നത് ഫ്രം ദ പോയിന്റ് 1,1,12
-2,1,3. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ പ്രോബ്ലത്തിൻ്റെ അകത്ത് പ്രത്യേകത എന്താ? ഈ പ്രോബ്ലത്തിൻ്റെ അകത്ത് പാരാമീറ്റർ ഇക്വേഷനോ അതോ വെക്റ്റർ ഇക്വേഷനോ അതോ കേർവിൻ്റെ ഇക്വേഷനോ എന്തെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടോ? മീൻസ് നമുക്ക് ഈ എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ ടേംസിനെ ഒറ്റ ടേമിലേക്ക് ആക്കാൻ, ഇപ്പം ടി എന്ന് പറഞ്ഞ ടേമിലേക്ക് ആക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്കിവിടെ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ F.dr ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ. ഇതെന്ന് പറയുന്നത് F.dr അല്ലേ. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് വർക്ക് ഡൺ കണ്ടുപിടിക്കണം. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കിവിടെ പോയിൻറ്റ്സ് 2 പോയിൻ്റ് തന്നിട്ടുണ്ട്. ഈ പോയിൻ്റ് തന്നിട്ട് ഇവിടെ നിന്ന് ഇനി നമ്മൾ F.dr കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ 2 പോയിൻ്റ് തന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കത്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ 3 പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ സെയിം മെത്തേഡ് വെച്ച് തന്നെ നമുക്ക് ഇവിടെ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് x - x1 ഡിവൈഡ് ബൈ x2 - x1 ഈക്വൽ ടു y - y1 ഡിവൈഡ് ബൈ y2 - y1 ഈക്വൽ ടു z - z1 ഡിവൈഡ് ബൈ z2 - z1 ഈക്വൽ ടു ടി എന്ന് നമ്മൾ ഒരു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കൊടുക്കും. നമ്മളിത് 3D ജോമെട്രിക്കകത്ത് ഇങ്ങനൊരു സാധനം പഠിച്ചിട്ടുണ്ട്. ഒരു 3 പോയിൻ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കേർവിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ x - x1 ഇത് x1 y1 z2 z1, ഇത് x2 y2 z2. അപ്പോൾ x - x1 എത്രയാണ്? 1. x2 എത്രയാണ്? -2. -x1 എത്രയാണ്? 1 ഈക്വൽ ടു y - y1 y1 എത്രയാണ്? y - y1 എത്രയാണ്? 1. y2 എന്ന് പറയുന്നത് 1 -1 ഈക്വൽ ടു z z1 എന്ന് പറയുന്നത് 1 മിനിറ്റ്. സോറി, എൻ്റെ ഫോൺ റിങ് ചെയ്തായിരുന്നേ. z - z1 എന്ന് പറയുന്നത് എത്രയാണ്? 1 ഡിവൈഡ് ബൈ z2 എന്ന് വെച്ചാൽ എത്രയാണ്? 3. അപ്പോൾ 3 - z1 എന്ന് പറയുമ്പോൾ 1 ഈക്വൽ ടു ടി എന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ ഓരോ ടേം എടുത്തിട്ട് ടി യു ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പം x - 1 ഡിവൈഡ് ബൈ -2 - 1 എത്രയാണ്? -3 ഈക്വൽ ടു ടി എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എക്സ് ഈസ് ഈക്വൽ ടു -3t + 1 എന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് y കണ്ടുപിടിക്കാൻ പറ്റും, ഇസഡും കണ്ടുപിടിക്കാൻ പറ്റും. അത് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ കാണിക്കാം. അതുപോലെ തന്നെ y - 1 ഡിവൈഡ് ബൈ 1 - 1 എത്രയാണ്? 0 ഈക്വൽ ടു ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് അങ്ങ് ഇൻഫിനിറ്റി ആക്കി കളയല്. നമ്മൾ എന്ത് ചെയ്യണം? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം ടി × 0 എന്ന് എഴുതാം. അപ്പോൾ y - 1 ഈക്വൽ ടു ടി × 0 എന്താവും? ടി × 0 ക്രോസ് മൾട്ടിപ്ലൈ ടി × 0 അതങ്ങ് 0 ആയിപ്പോവും. എന്നിട്ട് ഇവിടെ നിന്ന് വൈയുടെ വാല്യൂ നമുക്ക് എഴുതാം. y ഈക്വൽ ടു 1 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇസഡും കണ്ടുപിടിക്കാം. z - 1 ഡിവൈഡ് ബൈ 3 - 1 എത്രയാണ്? 2 ഈക്വൽ ടു 2t. അപ്പോൾ z - 1 ഈക്വൽ ടു 2t. അപ്പോൾ ഇവിടെ നിന്ന് z കിട്ടും. z ഈക്വൽ ടു 2t + 1. ഓക്കെ, അപ്പം നമുക്ക് 3 ടേം കിട്ടി. എക്സ് കിട്ടി, y കിട്ടി, z കിട്ടി. അപ്പോൾ നമുക്ക് ആ 3 സൈഡിലേക്ക് അങ്ങനെ എഴുതി. x is equal to -3t + 1 -3t. y equal to
y equal to 1, z equal to 2t plus 1, 2t plus 1. അപ്പോൾ നമുക്കങ്ങനെ 3 ടേംസും കിട്ടി. ഇനി എന്ത് ചെയ്യാം, നമുക്കിവിടെ എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡി എക്സ് ഇനിയും കാണണം, ഡി വൈ കാണണം, ഡി ഇസഡും കാണണം. അപ്പോൾ നമുക്ക് ഡി എക്സ് ഇവിടെ നിന്ന് കാണാം. ഡി എക്സ് ഇസിക്വൽ ടു എന്തായിരിക്കും, ഈ രണ്ട് സൈഡും ഡിറൈവ് ചെയ്താൽ നമുക്ക് ഡി എക്സും കിട്ടും, പിന്നെ ഇവിടെ അതിനനുസരിച്ച് ഡി എക്സിൻ്റെ വാല്യൂവും കിട്ടും, കറസ്പോണ്ടിങ് വാല്യൂവും കിട്ടും. അപ്പോൾ ഡി എക്സ് ഇസിക്വൽ ടു -3t ഡിറൈവ് ചെയ്താൽ -3dt, +1 ഡിറൈവ് ചെയ്താൽ എന്ത് പറ്റും, 0 ആയിപ്പോകും. കോൺസ്റ്റൻ്റ് അല്ലേ, കോൺസ്റ്റൻറ്റിനെ ഡിറൈവ് ചെയ്താൽ 0 ആയിപ്പോകും. അതുപോലെ ഡി വൈ കിട്ടാനായിട്ട് വൈനെ ഡിറൈവ് ചെയ്യുക, ഡി വൈ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഡിറൈവ് ചെയ്താൽ 0 ആയിപ്പോകും. അതുപോലെ ഡി ഇസഡ് ഈക്വൽ ടു സെഡിനെ ഡിറൈവ് ചെയ്താൽ ഡി ഇസഡ് കിട്ടും, ഡി ഇസഡ് ഈക്വൽ ടു 2 കോൺസ്റ്റൻറ്റ് എഴുതുക, എന്നിട്ട് ടീനെ ഡിറൈവ് ചെയ്താൽ ഡി ടി കിട്ടും. പിന്നെ +1 ഡിറൈവ് ചെയ്താൽ 0 ആയിപ്പോകും. അപ്പം നമുക്ക് എക്സ് വൈ ഇസഡ് കിട്ടി, അതുപോലെ തന്നെ ഡി എക്സ് കിട്ടി, ഡി വൈ കിട്ടി, ഡി ഇസഡും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ എക്സിൻ്റെ വാല്യൂ എന്താണ്, -3t + 1, വൈൻ്റെ വാല്യൂ 1, സെഡിൻ്റെ വാല്യൂ 2t + 1 ഇൻറ്റു ഡി എക്സ് എത്രയാണ്, -3dt മൈനസ്, ബാക്കി ഞാൻ താഴോട്ട് എഴുതണേ, സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ കോസ് വൈ ഇസഡ്, വൈൻ്റെ ടേം എന്താണ്, 1, ഇസഡ് എന്താണ്, ഇസഡ് എന്ന് പറയുമ്പോൾ 2t + 1, 2t + 1 ഇൻറ്റു ഇത്രയും ടേമാണ്. അപ്പോൾ അത് മീൻസ് 2t + 1 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഡി വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 പ്ലസ് എക്സ് വൈ ഡി ഇസഡ്, എക്സ് -3t + 1, എക്സ് ഇസഡ് എന്താണ്, ഇസഡ് 2t + 1, 2t + 1. ഇനി ഡി ഇസഡ് എന്ന് പറയുമ്പോൾ 2d. ഇപ്പോൾ നമ്മളുടെ ഫൈനൽ ഇൻ്റഗ്രലിനകത്ത് കിടക്കുന്ന വാല്യൂസ് എന്ന് പറയുമ്പോൾ -3t + 1 എഴുതണ്ട, 1 എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായാലും 1 ആയി പോകുമല്ലോ. മണ്ണും അതിൻ്റെ കൂടെ ഉള്ള സാധനം മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായാലും ആ സെയിം ടേം ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ -3t + 1, 2t + 1 -3dt പ്ലസ് -3t + 1, 2t + 1. ഇത്രയും ഞാൻ സൈഡിലുള്ള കുറയ്ക്കുവാണേ, ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. dt. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഇത്രയും ടേം കോൺസ്റ്റൻ്റ് അല്ലേ, ഈ രണ്ട് ടേംസും കോൺസ്റ്റൻ്റ്. അതിൻ്റെ കൂടെ എന്തോ -3 + 2 അല്ലേ. അപ്പോൾ ഇത്രയും ടേംസും എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞില്ല, ഇത്രയും ടേംസ് ഞാൻ എടുത്ത് പുറത്തിടുക. -3t + 1, 2t + 1. ബാക്കി മിച്ചമുള്ള എന്താ, ഇവിടെ മിച്ചമുള്ള എന്താ, -3. ഇവിടെ മിച്ചമുള്ള എന്താ, ഡി ടി നമുക്ക് അവസാനം ഇടാം. ഡി ടി ഇവിടെ നിന്ന് ഞങ്ങൾ ഇടാം, ഡി ടി നമുക്ക് അവസാനം ഇടാം. ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ ഇത്രയും ടൈം കോമൺ എടുത്ത് ഞാൻ ബാക്കിയുള്ളത് 2, ഇപ്പോൾ +2, വെറും 2 അല്ല +2 ആണ്, +2 എന്നിട്ട് അവസാനം ഡി ടി കൊടുത്തു. അപ്പോൾ -3 + 2 എത്രയാണ്, -1 അല്ലേ. -3 + 2 -1 ആണ്.
അപ്പം -1 നമുക്ക് ആ -1 എന്ത് ചെയ്യാം, പുറത്തേക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ട് -1. എന്നിട്ട് ബാക്കി മിച്ചമുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് എഴുതിയേക്കാം. -3 ഇൻറ്റു -2 -3 ഇൻറ്റു -3t ഇൻറ്റു 2t. -3t ഇൻറ്റു 2t എന്താണ്? -6t². അതുപോലെ തന്നെ -3t ഇൻറ്റു -3tയും +1, -3tയും +1, -3t തന്നെ. അതുപോലെ തന്നെ 1 ഇൻറ്റു 2t. 1 ഇൻറ്റു 2t എത്രയാണ്? 1 ഇൻറ്റു 2t +2t, -ഒന്നുമില്ല. പിന്നെ 1 ഇൻറ്റു 1 എന്താണ്? +1 തന്നെ. എന്നിട്ട് -1 നമ്മൾ പുറത്തെടുത്ത് എഴുതിയായിരുന്നു dt. ഇനി എന്ത് ചെയ്യാം? ടീൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം. നമുക്കിവിടെ നമ്മൾ നേരത്തെ നമ്മൾ എഴുതി വെച്ചതിൻ്റെ അകത്ത് നമുക്ക് x = -3t + 1 എന്ന് എടുക്കാം. ഇവിടെ ഇതിൻ്റെ അകത്ത് എക്സ് ചേഞ്ച് ചെയ്യുന്ന അവിടെ തൊട്ട് അവിടെ വരെ 1 to -2 അല്ലേ? അപ്പോൾ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടീൻ്റെ ലോവർ ലിമിറ്റ് കിട്ടും. അപ്പോൾ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ -3t + 1, ഈ 1ഉം 1ഉം ക്യാൻസൽ ആവും. അപ്പോൾ 0 = -3t അല്ലേ? ഈ 1 ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ +1 ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ -1 ആവും. -1 ആവും. ഇതും ക്യാൻസൽ ആയിട്ട് പോയിട്ട് മിച്ചമുള്ളത് 0 ആവും അല്ലേ? അപ്പം t = 0 കിട്ടും. അപ്പോൾ ടീൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0. ഇനി അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? -2 ഇടണം. അപ്പോൾ എക്സിൻ്റെ അവിടെ വേണം -2 ഇടാൻ. -2 = -3t + 1. -2 + 1 -2 -1 +1 ഇപ്പുറത്തോട്ട് വരുമ്പോൾ -1 = -3t. എന്നിട്ട് t = -2 ഇൻറ്റു -2 -1 എത്രയാണ്? -2 -1 -3 ഡിവൈഡഡ് ബൈ -3. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ t = 1 എന്ന് കിട്ടും. അപ്പോൾ ടീൻ്റെ അപ്പർ ലിമിറ്റ് 1. അപ്പോൾ നമുക്ക് എല്ലാം ആയില്ലേ? ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ? -1 പുറത്ത് അതേപടി ഇട്ടു. എന്നിട്ട് ഇൻ്റഗ്രൽ 0 to 1 ഇതൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തെത്തിയേക്കാം. -6t². ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ലേ? -3tയും +2tയും എത്ര കിട്ടും? -t അല്ലേ? -t +1 dt അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്തത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പം ഞാൻ മണ്ടക്കോട്ട് അങ്ങ് ചെയ്തേക്കാം. ഇത് ഇത്രയും കണക്കാക്കാം. -1 അതേപടി എഴുതി. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഇടണ്ട. -6t². ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? -6 അതേപടി എഴുതുക, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. എന്നിട്ട് t² ഇൻ്റഗ്രേറ്റ് ചെയ്യുക. t² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? t³ / 3 മൈനസ് t² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ t² / 2 പ്ലസ് 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? t. എന്നിട്ട് ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ? 0 to 1. -1 പുറത്തുണ്ടേ. -1 പുറത്ത് എഴുതിയിട്ടുണ്ട്, മറക്കരുത് ആ -1. അപ്പം നമ്മളുടെ വാല്യൂസ് എന്ത് കിട്ടും? ആദ്യം നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്തേക്കാം. 1 അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? -6/3 അല്ലേ? 1³ എന്ന് വെച്ചാൽ എത്രയാണ്? 1 തന്നെ. അപ്പോൾ -6 × 1 -6 തന്നെ. -6/3 -t² / 2. tക്ക് 1 കൊടുക്കുക. അപ്പോൾ എത്ര ആവും? 1/2 പ്ലസ് 1. എന്നിട്ട് അപ്പർ ലിമിറ്റിലെല്ലാം t ഉണ്ട്, ന്യൂമറേറ്ററിലെല്ലാം t ഉണ്ട്. അപ്പോൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ഏത് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? എല്ലാ ടേംസും 0 ആയിപ്പോവും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? -0 എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്തേക്കാം. അപ്പം നമ്മുടെ വാല്യൂ വരുന്നത് -1. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും?
-6/3 -1/2 +1. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ 1/2 കിട്ടും അല്ലേ? ഇത് ഈ 6ഉം 3ഉം ക്യാൻസൽ ആയി കളഞ്ഞ് കഴിഞ്ഞാൽ 2 ആവത്തില്ലേ? അപ്പോൾ -2 -1/2 + 1/2 ഹാഫ് പ്ലസ് 1 - ഹാഫ് അല്ലേ? 1 - ഹാഫ് എന്ന് പറയുമ്പോൾ പ്ലസ് ഹാഫ്. അത് കാൽക്കുലേറ്റർ ഇട്ടാൽ കിട്ടുമേ. ഇത്രയും കാൽക്കുലേറ്റർ ഇട്ടാൽ കിട്ടും. ഇനിയും വരുന്നത് 2 - 1/2 ആണ്. ഞാൻ ഈ മൈനസ് അകത്തോട്ട് കയറ്റും. -1 അകത്തോട്ട് കയറ്റുമ്പോൾ 2 - 1/2. 2 - 1/2 എന്ന് പറയുമ്പോൾ 3/2 ഇല്ലേ? 3/2 ആണോ നമ്മുടെ ആൻസർ? 3/2. യെസ്, 3/2 ആണ് നമ്മളുടെ ആൻസർ. കറക്റ്റാണ്. 3/2 ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു നേരത്തെ ചെയ്ത തന്നെ ഒരു എഴുതിക്കോ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ സി. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ, വ്യത്യാസമൊന്നുമില്ല. ഇതിന് മുന്നേ നേരത്തെ അതല്ല, ഇതിൻ്റെ മുന്നേ ചെയ്ത് x² dx ഇവാലുവേറ്റ് ഇന്റഗ്രൽ സി x² dx മൈനസ് xy dy along the quarter circle r of t. Along the quarter circle r of t equal to cos ti plus sin tj. And t varies from 0 less than or equal to t less than or equal to pi/2. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാം? നമുക്കിവിടെ ഡയറക്റ്റ് F.dr ഡയറക്റ്റ് തന്നിട്ടുണ്ടല്ലേ? അല്ലേ? F.dr അല്ലേ നമുക്ക് ഡയറക്റ്റ് തന്നിട്ട്. നമുക്കിവിടെ അങ്ങ് ലൈൻ ഇൻ്റഗ്രൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ലൈൻ ഇൻ്റഗ്രൽ അങ്ങ് ചെയ്താൽ മതി. എക്സിൻ്റെ സ്ഥാനത്തെല്ലാം ഇവിടെ നിന്ന് നമുക്ക് എക്സ് കിട്ടും. x = ഇവിടെ നിന്ന് എന്ത് എഴുതാൻ പറ്റും? ഈ വെക്ടർ ഇക്വേഷൻ x = cos t